നടിയെ ആക്രമിച്ച കേസിൽ തെളിവെടുപ്പ് തുടരുന്നു. ഗോശാല പാലത്തിന് സമീപം എത്തിച്ച് പ്രതികളെ കൊണ്ട് തെളിവെടുക്കുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്തിനാണ് ഗോശാല പാലത്തിന് ഗോശ്രീ പാലത്തിന് സമീപത്ത് വെച്ച് തെളിവെടുപ്പ് നടത്തുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം? മറ്റു വിശദാംശങ്ങൾ കൂടി, ഏറ്റവും പുതിയത്. പ്രധാന തെളിവായി മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ഇതിനായാണ് വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തുന്നത്. നമുക്കറിയാം, ആദ്യം വെണ്ണലയിലെ ഓടയിൽ ഉപേക്ഷിച്ചെന്നായിരുന്നു സുനിൽകുമാറിന്റെ മൊഴി. അതിനെ തുടർന്ന് ഓടയിൽ വിശദമായ പരിശോധന പോലീസ് ഒരു രാത്രി മുഴുവൻ നടത്തി, പക്ഷേ കണ്ടെത്താനായില്ല. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞു എന്ന് അയാൾ മൊഴി മാറ്റിയത്. ഇതിനെ തുടർന്നാണ് കായലിൽ പരിശോധന നടത്തുന്നത്. ഗോശ്രീ പാലത്തിൽ എത്തിച്ച് ഏത് ഭാഗത്തുനിന്ന് എങ്ങോട്ട് എറിഞ്ഞു എന്ന് ഈ പ്രതികളോട് പോലീസ് ചോദിച്ചു. അതിനെ തുടർന്ന് ഏതാണ്ട് ഒരു ദിക്ക് പ്രദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കായലിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോശ്രീ പാലത്തിന്റെ താഴെ കായലിൽ പരിശോധന നടത്തുന്നത്. നാവികസേനയുടെ സഹായത്തോടു കൂടിയാണ് പോലീസ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് തെരച്ചിൽ പൂർത്തിയായി, പക്ഷേ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ സുനിൽകുമാറിനെയും വിജേഷിനെയും പാലത്തിൽ എത്തിച്ച് അവിടെ നിന്ന് ഏത് ഭാഗത്തേക്ക് എറിഞ്ഞു എന്നുള്ളത് സംബന്ധിച്ച് ഒരു സൂചന ഈ പ്രതികൾ പോലീസിന് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്താണ് ആധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള തിരച്ചിൽ നാവികസേനയും പോലീസും ചേർന്ന് നടത്തിയത്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തെരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ പ്രതികളെ ആലപ്പുഴയ്ക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ഈ കൃത്യത്തിന് ശേഷം അന്ന് രാത്രി തന്നെ ഇവർ അമ്പലപ്പുഴയിലും കായംകുളത്തും ആലപ്പുഴയിലും എത്തി എന്ന മൊഴിയുണ്ട്, സുനിൽകുമാറിന്റേതായ മൊഴി. ഇതിനെ തുടർന്ന് ഇവർ എവിടെയൊക്കെ ഒളിവിൽ താമസിച്ചു, എവിടെയൊക്കെ പോയി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് സാലി, ഒരുപക്ഷെ അഭിഭാഷകൻ നൽകിയ ഫോണിനോടൊപ്പം ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടാകാം എന്ന സൂചന ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പല വിധത്തിലും പോലീസ് അതേ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. പക്ഷെ പ്രതിയിൽ നിന്ന് അല്ലെങ്കിൽ പൾസർ സുനിയിൽ നിന്ന് ഒരു തുമ്പും ലഭിക്കുന്നില്ല എന്ന രീതിയിലാണ് പുറത്തു വാർത്തകൾ എത്തുന്നത്. ഒരുപക്ഷെ സത്യവും സ്ഥിരീകരണവും മറ്റൊന്നാകാം. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ നിർണായകമായ തെളിവാണ്. ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നിർണായകമായി കേസിൽ പൂർണ്ണമായ രീതിയിലെ ശിക്ഷ ലഭിക്കാനുമൊക്കെ ഒരുപക്ഷെ പോലീസ് ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണോ ഇപ്പോൾ? അതില്ലാതെ സ്വാഭാവികമായും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന്, ഈ കേസ് പിന്നീട് കോടതിയിൽ എത്തുമ്പോൾ ഈ പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളിലൊന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്ന മൊബൈൽ ഫോണും അല്ലെങ്കിൽ അത് പകർത്തി സൂക്ഷിച്ചു എന്ന് പറയുന്ന മെമ്മറി കാർഡും. ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിർണായകമാണ്. അതുകൊണ്ടുകൂടിയാണ് പോലീസ് ഇത്തരം തീവ്രമായ ഒരു അന്വേഷണം നടത്തുന്നത്. അജിത് സൂചിപ്പിച്ചതുപോലെ ഒരു അഭിഭാഷകന്റെ റോൾ ഇതിൽ അന്വേഷണത്തിനിടെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അഭിഭാഷകന്റെ ഓഫീസിലോ വീട്ടിലോ പരിശോധന നടത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പൾസർ സുനി വക്കാലത്ത് ഏൽപ്പിച്ച അഭിഭാഷകന്റെ പേരല്ല അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്, മറ്റൊരു അഭിഭാഷകന്റെ പേരാണ്. ഈ അഭിഭാഷകനെ ഈ ഒരു മെമ്മറി കാർഡ് പൾസർ സുനി ഏൽപ്പിച്ചിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ഘടകമായി പോലീസിന് മാറിയിരിക്കുന്നു. ചില നിയമപരിമിതികളുണ്ട് അഭിഭാഷകന്റെ ഓഫീസിലും വീട്ടിലും പരിശോധന നടത്താൻ. അതുകൊണ്ട് മാത്രമാണ് പോലീസ് ഇപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലേക്ക് കടക്കാത്തത്. പക്ഷേ അതിന് മുന്നോടിയായി ഇയാളുടെ മൊഴിയിൽ പറഞ്ഞ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി മൊബൈൽ ഫോൺ കിട്ടിയില്ല എന്ന് ഉറപ്പാക്കിയാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. അതുകൊണ്ടുകൂടി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ്. ഒരു പക്ഷേ കോടതിയുടെ അനുമതിയോടുകൂടി ഈ പറയുന്ന അഭിഭാഷകന്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ റെയ്ഡിനുള്ള സാധ്യത വരും ദിവസങ്ങളിലുണ്ട്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ മെമ്മറി കാർഡ് ആണെങ്കിലും ഈ ചിത്രം പകർത്തിയ വെള്ള സാംസങ് മൊബൈൽ ഫോൺ ആണെങ്കിലും നിർണായകമാണ്. അതിനുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസ്. തീർച്ചയായും സാലിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ എന്ന തെളിവ് തേടിയാണ് പോലീസ് ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഗോശ്രീ പാലത്തിന് സമീപം എത്തിച്ച്, അതായത് മൊബൈൽ പൾസർ സുനി എറിഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ചാണ് തെളിവെടുപ്പ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.